സിനിമ സംഘപരിവാറിനെ അലോസരപ്പെടുത്തിയതും അവർ അരയും തലയും മുറുക്കിയ ആവിഷ്കാരത്തിനെതിരെ രംഗത്തിറങ്ങിയതും ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്തതാണ്. ചരിത്രം തിരഞ്ഞ് അധികമൊന്നും പിന്നോട്ട് പോകേണ്ടതില്ലാത്ത, എന്നാൽ നമ്മൾ മറന്നു തുടങ്ങിയ ഗുജറാത്ത് കലാപമായിരുന്നു ആ സിനിമയുടെ പ്രമേയം. ഇപ്പോഴിതാ മറ്റൊരു കൂട്ടർ ഒരു സിനിമയെ നിർബന്ധിത സെൻസറിങ്ങിന് വിധേയമാക്കുന്നു. ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്യുന്ന ഹിന്ദി ബയോഗ്രഫി ഡ്രാമ ഭൂലേക്കാണ് ബ്രാഹ്മണ സംഘടനകളുടെ ഭീഷണിയിൽ റിലീസ് നീട്ടേണ്ടി വന്നത്. 19-ാം നൂറ്റാണ്ടിലെ സാഹചര്യം ചർച്ച ചെയ്യുന്ന ചിത്രത്തിലെ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും എല്ലാം തുരുതുരെ വെട്ടി മയപ്പെടുത്തിയ ശേഷമായിരുന്നു സെൻസർ സർട്ടിഫിക്കറ്റ് പോലും നൽകിയത്. പോരാ, ഇനിയും വെട്ടണമെന്നാണ് തീട്ടൂരം. എന്താണ് ബ്രാഹ്മണ്യത്തെ ഇത്രയ്ക്ക് ഭയപ്പെടുത്താൻ മാത്രം ഭൂലയിലുള്ളത്? കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെ, സാവിത്രിഭായ് ഫുലെ എന്നിവരുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്യുന്ന ഫുലെ എന്ന സിനിമ. ജ്യോതിറാവ് ഫുലെയുടെ 198-ാം ജന്മദിനമായ ഇന്നായിരുന്നു സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിലെ വിവിധ ബ്രാഹ്മണ സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി സിനിമയുടെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ടു. അഖിൽ ഭാരതി ബ്രാഹ്മിൺ സമാജ്, പരശുരാം, ആർദിക് വികാസ് മഹാമണ്ഡൽ തുടങ്ങിയ സംഘടനകളാണ് ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. സിനിമ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് എതിർപ്പുന്നയിക്കുന്നവരുടെ വാദം. ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഉൾപ്പെടെ 12 കട്ടുകൾ കഴിഞ്ഞാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നത്. ഇനിയുമേറെ വെട്ടിക്കൂട്ടലുകൾക്ക് ശേഷമേ ചിത്രം തിയേറ്ററിലെത്തൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. ബ്രാഹ്മണ്യത്തിന് ആശങ്കപ്പെടാൻ ഇത്രയൊക്കെ ഭൂലെ സിനിമ പറയുന്നത് എന്താണ് എന്നതാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ടത്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ഭൂലെ ദമ്പതിമാരുടെ ജീവിതം പറയുന്ന ബയോഗ്രഫി ഡ്രാമയാണ് ഭൂലെ. ജ്യോതിറാവ് ഭൂലെയുടെയും ഭാര്യ സാവിത്രിഭായ് ഭൂലെയുടെയും പ്രവർത്തനങ്ങളാണ് പ്രമേയം. സംവിധാനം ആനന്ദ് മഹാദേവനാണ്. പ്രദീപ് ഗാന്ധി, പത്രലേഖ എന്നിവരാണ് മുഖ്യവേഷത്തിലെത്തിയത്. റിലീസ് ചെയ്യാനിരുന്നത് ഇന്ന് ജ്യോതിറാവ് ഭൂലെയുടെ 198-ാം ജന്മദിനത്തിലാണ്. ബ്രാഹ്മണ്യം ഭയക്കുന്ന ഒരു സിനിമ തന്നെയാണിത് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലാത്തത് കൊണ്ടാണ് ഇത്രയേറെ കത്രിക വീഴുന്നതും. ജ്യോതിറാവ് ഭൂലെയും ഭാര്യ സാവിത്രിഭായ് ഭൂലെയും മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. 19-ാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയ്ക്കും ലിംഗ അസമത്വങ്ങൾക്കുമെതിരെ പോരാട്ടം നയിച്ചവരാണ്. ചിത്രത്തിന്റെ റിലീസ് നീട്ടിയത് ബ്രാഹ്മണ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ്. പ്രതിഷേധവുമായി അഖിൽ ഭാരതീയ ബ്രാഹ്മൺ സമാജ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തി. ചിത്രം മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് വാദം. സംവിധായകന് കത്തയച്ചും യോഗങ്ങൾ സംഘടിപ്പിച്ചുമാണ് പ്രതിഷേധമുണ്ടായത്. ചിത്രം ബ്രാഹ്മണർക്കെതിരായ അജണ്ടയല്ല എന്ന് സംവിധായകൻ പറയുന്നു. യാഥാർത്ഥ്യം മാത്രമാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നും ആനന്ദ് മഹാദേവൻ പറയുന്നു. ഭൂലേക്ക് സെൻസർ ബോർഡ് യു സർട്ടിഫിക്കറ്റ് നൽകിയത് 12 കട്ടുകളോടെയാണ്. ജാതി വ്യവസ്ഥ സൂചിപ്പിക്കുന്ന വിവരങ്ങളും സംഭാഷണങ്ങളും എഡിറ്റ് ചെയ്തു. ശൂദ്രരെ അടയാളപ്പെടുത്തുന്ന അരയിൽ ചൂൽ കെട്ടിയ മനുഷ്യന്റെ ദൃശ്യം ഒഴിവാക്കി. ഇത് ശൂദ്രരുടെ കാൽപ്പാടുകൾ മായ്ക്കാനായി പേഷ്വ ഭരണകാലത്ത് പിന്തുടർന്ന രീതിയായിരുന്നു. സാവിത്രിഭായിക്ക് നേരെ കുട്ടികൾ ചാണകമെറിയുന്ന ദൃശ്യമാക്കി മയപ്പെടുത്തി. ബോർഡിൻ്റേത് ചരിത്ര യാഥാർത്ഥ്യം നേർപ്പിക്കും വിധമുള്ള നീക്കമാണ് എന്നാണ് വിമർശനം. ശൂദ്രൻ ചൂൽ കെട്ടി നടക്കേണ്ട സ്ഥലമെന്ന സംഭാഷണം നമ്മൾ പാലിക്കേണ്ട ദൂരം എന്നാക്കി മാറ്റി. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച കൃത്യമായ കാലഗണന ഒഴിവാക്കി. മാങ്, മഹർ തുടങ്ങിയ ദളിത് ചെറുത്തുനിൽപ്പിന്റെ അടയാളമായ വാക്കുകൾ മാറ്റി. മനുജാതി വ്യവസ്ഥ എന്ന പ്രയോഗം എടുത്തു കളഞ്ഞു. സബ്ടൈറ്റുകളിൽ ജാതിക്ക് പകരം വർണ്ണ എന്നാക്കി മാറ്റി. സ്ഥാപിക്കാൻ ശ്രമിച്ചത് വേർതിരിവിന്റെ അടിസ്ഥാനം ജാതിയല്ല, തൊഴിൽ മാത്രമാണ് എന്നതാണ്. ആരായിരുന്നു ജ്യോതിറാവ് ഭൂലെ? മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ്. ജാതി വ്യവസ്ഥ പ്രകാരം ശൂദ്രവിഭാഗമായ മാലി ജാതിയിൽ 1827 ഏപ്രിൽ 11-നാണ് ജനനം. പൂനെ സ്കോട്ടിഷ് മിഷൻ സ്കൂളിൽ പഠിക്കാൻ ലഭിച്ച അവസരം ജീവിതം തന്നെ മാറ്റിമറിച്ചു. മഹാരാഷ്ട്രയിലെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിച്ചു. ബ്രാഹ്മണർ നടത്തുന്ന ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദിച്ചു. ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന് 1873 സത്യശോധക് സമാജം സ്ഥാപിച്ചു. ലിംഗ അസമത്വത്തെ ചോദ്യം ചെയ്ത നവോത്ഥാന മുന്നേറ്റങ്ങളുടെ മുന്നിൽ നടന്നു. 1848 പൂനെയിൽ പെൺകുട്ടികൾക്കായി ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചു. ആരായിരുന്നു സാവിത്രിഭായ് ഭൂലെ എന്നതുകൂടി പരിശോധിച്ചാൽ കാന്തി ജ്യോതി സാവിത്രിഭായ് ഭൂലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പോരാട്ടം നയിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിൻ്റെ മുന്നണി പോരാളിയാണ്. പരിശോധിച്ചാൽ രേഖകളിൽ ആദ്യത്തെ വിദ്യാലയം സ്ത്രീകൾക്കായി തുറന്ന
മഹതി കൂടിയാണ് സാവിത്രിഭായ് ഭൂലെ. സനീഷേ, ഇങ്ങനെ ഒരു സിനിമ, അതായത് നമ്മൾ എല്ലാ കാലത്തും പഠിച്ചു വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യമായിരുന്നു അത് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ ഭയന്ന് വെട്ടിമാറ്റേണ്ടതാണോ? നിശ്ചയമായിട്ടും അല്ല. അതായത് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്ര സിനിമയിൽ നിന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രസ്താവനകളെ അങ്ങ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ എങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. അതുപോലെ ഫൂലെ ദമ്പതിമാരുടെ ജീവിതം തന്നെയും ഈ ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ അവരുടെ ജീവിത ചരിത്ര സിനിമ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരിക ബ്രാഹ്മണിക്കൽ അധികാരത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അത് വെട്ടിമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങേയറ്റം ഏത് തരത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റുക ഇന്ത്യയിലെ ഒരു ജനാധിപത്യ രാജ്യത്തിന് എന്ന് മനസ്സിലാക്കാനേ ആകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മനുസ്മൃതി അല്ലെങ്കിൽ ന്റെ പേര് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതായത് ഈ മനുസ്മൃതിയിൽ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തന്നെ പേര്, ഹർഷൻ, അത് വേഗം നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാം. ബ്രാഹ്മണരുടെ ബ്രാഹ്മണോം കി ചാലാക്കി എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇത് എഴുതാത്ത ചരിത്രത്തിൻ്റെ കാലത്തെക്കുറിച്ചല്ല ഈ സിനിമ സംസാരിക്കുന്നത്. എഴുതിയ അദ്ദേഹം തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഫൂലെ തന്നെ എഴുതിയത് ഒരു പുസ്തകത്തിൻ്റെ പേര് ബ്രാഹ്മണോം കി ചാലാക്കി എന്നാണ്. എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ചതി അല്ലെങ്കിൽ കുതന്ത്രം എന്ന പേരിൽ നിരന്തരമായിട്ട് ഗുലാംഗിരി എന്ന് പറയുന്നൊരു പുസ്തകത്തിനകത്ത് അദ്ദേഹം ഈ കാസ്റ്റ് സംവിധാനത്തിന്, അതായത് ബ്രാഹ്മണർ ഞങ്ങൾ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് ഉത്ഭവിച്ചവരാണെന്ന് പറയുന്നത് അവരുടെ തന്നെ മഹത്വത്തെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ കള്ളക്കഥയാണ്. എന്നിട്ട് അവർ മറ്റുള്ളവരെ എല്ലാം അടിച്ചമർത്തി ജീവിക്കുകയാണെന്ന് അതിശക്തമായിട്ടും രൂക്ഷമായിട്ടും ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിനെതിരെ എഴുതിയ ഒരാളുടെ ജീവചരിത്രം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർക്കുള്ള വിമർശനം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടന വന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾ ചരിത്രത്തെയാണ് കാണിക്കുന്നതെന്ന് പറയാൻ ഉത്തരവാദിത്തമുള്ള സെൻസർ ബോർഡ് അത് ചെയ്യാതിരുന്നു എന്നാണ് ഇവിടെ ദുഃഖകരമാകുന്നത് അല്ലെങ്കിൽ പ്രതിഷേധാർഹമാകുന്നത്. തീർച്ചയായും ഭൂലയുടെ ജീവചരിത്ര സിനിമയാണ് എടുക്കുന്നതെങ്കിൽ ബ്രാഹ്മണ വിമർശനം ഇല്ലാതെ അത് സാധ്യമാവില്ല. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ബ്രാഹ്മണ സംഘടനകൾ പ്രതിഷേധിച്ചാൽ പോലും കാര്യമാക്കാതെ സിനിമ പ്രദർശിക്കപ്പെടുകയാണ് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഉണ്ടായത് അത്ഭുതകരമായ നിയന്ത്രണവും വെട്ടിമാറ്റലുമാണ്. യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മഹത്തായ ആശയത്തിനും അവകാശത്തിനും മേൽ എത്ര വലിയ അധിക്ഷേപമാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്ന് സെൻസർ ബോർഡ് സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടുകയാണെങ്കിൽ വസ്തുത അടിത്തറയുള്ള കലാരൂപങ്ങളൊന്നും സാധ്യമാകാത്ത അവസ്ഥയുണ്ടാകും. സത്യം പറയുന്ന കലാപ്രവർത്തനത്തിന് ഇടമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറും. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഈ സിനിമാ വിലക്കിനെതിരെ ഉയരുകയും സർക്കാർ നിലപാട് അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായി വരികയും വേണമെന്ന് RDX പ്രതീക്ഷിക്കുന്നു. RDX ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.